ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പൊ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മൾ എടുക്കുന്ന എഫേർട്സിന് നിങ്ങളുടെ ലൈക്കും കമന്റും തരാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ ടോട്ടൽ 15 വനിതകളാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ടോട്ടൽ 15 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളി വനിതകൾ. ആരാണ് 3 മലയാളി വനിതകൾ? ആദ്യം തന്നെ 3 മലയാളി വനിതകളെ പഠിച്ചെടുക്കാം. അമ്മു സ്വാമിനാഥൻ. ആരാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് കേട്ടോ. മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആനി മസ്ക്രിൻ എവിടെ നിന്നാണ്? തിരുവിതാംകൂറിൽ നിന്നാണ്. തിരുവിതാംകൂർ ഓർത്തിരിക്കണം. മദ്രാസിൽ നിന്ന് ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. ആനി മസ്ക്രിൻ തിരുവിതാംകൂർ ആണ്. അപ്പൊ ക എന്നുള്ള അക്ഷരം വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. തിരുവിതാംകൂർ, ആനി മസ്ക്രിൻ. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകൾ ആരൊക്കെയാണ്? 1 സരോജിനി നായിഡു, രാജകുമാരി അമൃത് കൗർ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. നമ്മൾ ഓരോ സെറ്റുകളായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സെറ്റിൽ വരുന്ന 5 പേരാണ് സരോജിനി നായിഡു, രാജകുമാരി അമൃത് കൗർ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ഈ 5 പേരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് പറയാം. അപ്പൊ ഒരു മുദ്രാവാക്യം പോലെ നമുക്ക് ഓർത്തെടുക്കാം കേട്ടോ. അപ്പൊ എന്താണ് മുദ്രാവാക്യം? ജനങ്ങളെ 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 വീട്ടിലെ ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. അപ്പൊ ജനങ്ങളെ എന്നതിൽ നിന്ന് സരോജിനി കണക്ട് ചെയ്യാലോ. ജനങ്ങളെ എന്നതിൽ നിന്ന് സരോജിനി കണക്ട് ചെയ്ത് വെക്കാം. ജനങ്ങളെ വീട്ടിലെ എന്നതിൽ നിന്ന് അമൃത് കൗർ കണക്ട് ചെയ്യാലോ. എങ്ങനെ? ഹിന്ദിയിൽ ഘർ എന്ന് പറഞ്ഞാൽ വീടാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഘർ കൗർ കണക്ട് ചെയ്യാലോ. രാജകുമാരി അമൃത് കൗർ. ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക്, അമ്മ എന്നതിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ കണക്ട് ചെയ്യാം. മസ്റ്റായി എന്നതിൽ നിന്ന് മസ്ക്രീൻ കണക്ട് ചെയ്യാലോ. ആനി മസ്ക്രീൻ അല്ലെ. അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. വേല എന്നതിൽ നിന്ന് വേലായുധൻ, ദാക്ഷായണി വേലായുധനും കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ്? ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. അപ്പൊ 5 പേരെ നമ്മൾ പഠിച്ചെടുത്തു. സരോജിനി നായിഡു, രാജകുമാരി അമൃത് കൗർ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഇനി അടുത്ത ആളുകളെ നോക്കാട്ടോ. ഇനി നോക്കൂ. ദുർഗാബായി ദേശ്മുഖ്. ആരാണ്? ദുർഗാബായി ദേശ്മുഖ്, ബീഗം ഗുത്സിയ ഐസാസ് റസൂൽ, പൂർണിമ ബാനർജി, സുചേത കൃപലാനി. പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട, കോഡ് വെച്ച് സെറ്റ് ആക്കാം. ഒന്നുകൂടെ പറയാം. ദുർഗാബായി ദേശ്മുഖ്, ബീഗം ഗുത്സിയ ഐസാസ് റസൂൽ, പൂർണിമ ബാനർജി, സുചേത കൃപലാനി. ഇനി തോർത്തിരിക്കാൻ എന്ത് പറയാം? ആദ്യം നമ്മൾ പറഞ്ഞു ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. ഇനി എന്ത് പറയണം? ഭയപ്പെടുത്തുന്ന കണ്ണുകൾ. ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം എന്നോർക്ക. എന്താണ്? ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. പണ്ടൊക്കെ സ്ത്രീകൾ പുറത്തോട്ട് അധികം വരാറില്ല അല്ലെ. അപ്പോ അവർക്ക് ഭയമാണ്. അപ്പൊ എങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം? ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു ജനങ്ങളെ വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. ഭയം എന്നതിൽ നിന്ന് ഭായി കണക്ട് ചെയ്യാലോ. ഭയം അല്ലെ. ദുർഗാബായി ദേശ്മുഖ്. കണ്ണുകൾ എന്നതിൽ നിന്ന് ഐസാസ് റസൂൽ കണക്ട് ചെയ്യാലോ. ബീഗം ഗുത്സിയ ഐസാസ് റസൂൽ. പൂർണ്ണമായി എന്നതിൽ നിന്ന് പൂർണിമ ബാനർജിയും കണക്ട് ചെയ്ത് വെക്കാം. ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. ഛേദിക്കുക എന്നതിൽ നിന്ന് സുചേത കൃപലാനിയും കണക്ട് ചെയ്യാലോ. അപ്പോ ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. അതിൽ നിന്ന് നമ്മൾ 4 പേരെ സെറ്റാക്കി പഠിച്ചു. ദുർഗാബായി ദേശ്മുഖ്, ബീഗം ഗുത്സിയ ഐസാസ് റസൂൽ, പൂർണിമ ബാനർജി, സുചേത കൃപലാനി. ഇനി അടുത്ത സെറ്റ് നോക്കാട്ടോ. വിജയലക്ഷ്മി പണ്ഡിറ്റ്, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്,
രേണുക റേ, ഹൻസ ജീവരാജു മേത്ത. ഒന്നുകൂടെ പറയാം. വിജയലക്ഷ്മി പണ്ഡിറ്റ്, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്, രേണുക റേ, ഹൻസ ജീവരാജു മേത്ത. ഇനി ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് പറയാം. വിജയിച്ച് മാലയിട്ട്, വിജയിച്ച് മാലയിട്ട് റോയിലെ മെത്തയിലിരുത്തണം എന്നോർക്കാം. റോയിലെ മെത്തയിൽ ഇരുത്തണം. വിജയിച്ച് മാലയിട്ട് റോയിലെ മെത്തയിലിരുത്തണം. അപ്പൊ വിജയിച്ച് എന്നതിൽ നിന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റ് കണക്ട് ചെയ്ത് വെക്കാം. മാലയിട്ട് എന്നതിൽ നിന്ന് കമലയും മാലതിയും കണക്ട് ചെയ്യാം. മാലയിട്ട് എന്നതിൽ നിന്ന് കമല ചൗധരിയും മാലതി ചൗധരിയും കണക്ട് ചെയ്യാം. വിജയിച്ച് മാലയിട്ട് റോയിലെ മെത്തയിൽ ഇരുത്തണം. റോ എന്നതിൽ നിന്ന് ലീല റോയും രേണുക റേയും കണക്ട് ചെയ്ത് വെക്കാം. മെത്ത എന്നതിൽ നിന്ന് മേത്ത ഹൻസ, ജീവരാജു മേത്തയും കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ പഠിച്ച കോഡ് എന്താണ്? ജനങ്ങളെ, വീട്ടിലെ അമ്മയ്ക്ക് മസ്റ്റായി വേല വേണം. ഭയപ്പെടുത്തുന്ന കണ്ണുകൾ പൂർണ്ണമായി ഛേദിക്കണം. വിജയിച്ചു മാലയിട്ട് റോയിലെ മെത്തയിലിരുത്തണം. ഇത്രയും ഓർത്തു കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകൾ നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എഫേർട്ടിന് നിങ്ങളുടെ ലൈക്കും കമന്റും തരാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള കോഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ.